നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ലാലീഗിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് നാളെ കളിക്കാൻ ഇറങ്ങിയാണ്. പക്ഷേ ആ മത്സരത്തിന് അവരുടെ നിരയിൽ ഹൂലിയൻ അൽവാരസ് ഉണ്ടാവില്ല. കൺഫേംഡ് ആണ്, സ്ക്വാഡിൽ ആളുണ്ടാവില്ല. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് വ്യാഴാഴ്ച പുലർച്ചെ 12:30 മെട്രോപൊളിറ്റനോയിലാണ് ആ കളി നടക്കുന്നത്. പക്ഷേ സ്ക്വാഡിൽ ഹൂലിയൻ ഇല്ല. കാര്യം വളരെ കൃത്യമായിട്ട് പറയുന്നത് ഡിയേഗോ സിമിയോണി തന്നെയാണ്. ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് അദ്ദേഹം പറഞ്ഞു, നാളെ ഫോർ ടുമാറോസ് മാച്ച് നമ്മൾ വിശ്വസിക്കുന്നില്ല ഹൂലിയൻ ടീമിൻ്റെ ഭാഗമാവാൻ കളിക്കാനുള്ള റൈറ്റ് കണ്ടീഷനിലാണെന്ന്. ഹോപ്പ്ഫുള്ളി അടുത്ത ഒരു 4 ദിവസം കൊണ്ടൊക്കെ അദ്ദേഹത്തിന് കൂടുതൽ പ്രോഗ്രസ് ഉണ്ടാകും. നമുക്ക് അദ്ദേഹത്തെ കളിപ്പിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഹൂലിയൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്ലെയർ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും നമ്മൾ അദ്ദേഹത്തെ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു മത്സരം കളിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കിയാണ് സ്ക്വാഡിൽ ഉൾപ്പെടുത്താത്തത് എന്നുകൂടി ഇപ്പോൾ കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടാണോ അല്ലയോ എന്നൊക്കെയുള്ള ഊഹങ്ങൾ വേറെ പടർത്തി വിടാം. പക്ഷേ ഹൂലിയൻ നാളെ കളിക്കുന്നില്ല എന്നുള്ള കാര്യം ഇപ്പോൾ കൺഫേം ചെയ്ത് തന്നെ കോച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യൂട്ടി റൊമേറോയുടെ കാര്യം അദ്ദേഹം പറഞ്ഞത്, ക്യൂട്ടിയുടെ ലീഡർഷിപ്പ്, സ്ട്രെങ്ത്, സ്റ്റാച്ചർ, കമ്മിറ്റ്മെൻറ്റ്, ക്വാളിറ്റി അതെല്ലാം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ അദ്ദേഹത്തെ തീർച്ചയായിട്ടും ഒരു ഫുട്ബോളർ, ക്ലബിൻ്റെ വാല്യൂസ് റെപ്രസെൻ്റ് ചെയ്ത ഒരു ഫുട്ബോളറായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വരവ് നമ്മുടെ ടീമിന് ഏറെ ഗുണം ചെയ്യും എന്നുകൂടി അദ്ദേഹം പറയുകയുണ്ടായി. ഇനിയിപ്പോൾ ഇതിൽ നാളെ ആരൊക്കെയായിരിക്കും സ്റ്റാർട്ടിംഗ് ലെവലിൽ എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ അവരുടെ ട്രെയിനിങ്ങും മറ്റുമൊക്കെ നിരീക്ഷിച്ചിട്ട് ഡിയാരിയോ AS നാളത്തെ അവരുടെ സ്റ്റാർട്ടിംഗ് 11 മുൻകൂട്ടി പറയുന്നുണ്ട്. അതിങ്ങനെയായിരിക്കും: ഒബ്ലാക്ക്, ഡൊമിംഗസ്, ലെനോർമൻഡ്, ഹാൻകോ, ഗ്രിമാൾഡോ, പിന്നെ കാർലോസ് മാർട്ടിന്, ബാഡിയോസ്, കോക്കെ, ലൂക്ക്മാൻ, പിന്നെ അർണോ ഓർട്ടിസ്, ദെൻ മെൻഡോസ. ഇതായിരിക്കും സ്ക്വാഡ് എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതായിരിക്കും പ്ലേയിങ് 11 എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും മികച്ചൊരു തുടക്കം ഇടാൻ തന്നെയാണ് ടീം ഉദ്ദേശിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.